ഇവിടെ എന്തിനാ വന്നേ? ഡ്രസ് എടുക്കാൻ വന്നതാ? അല്ലടി, ഞാനിവിടെ ജോലിക്ക് ചേർന്നേക്കുവാ. ആഹാ, ഇന്നാ ഞാൻ ജോയിൻ ചെയ്തേക്കുന്നേ. സൂപ്പർ ഡി, അത് നന്നായി. ഈ കടയില് എനിക്കറിയാവുന്ന ഒരാളെങ്കിലും ജോലി ചെയ്യുന്നത് എനിക്ക് ഒരുപാട് സന്തോഷം. ഓ, കഥയപ്പോ അങ്ങനെയാണല്ലേ. ഇവളിവിടെ നിന്ന് ഓടിക്കാന്ന് കരുതിയപ്പോ അവളുടെ ഫ്രണ്ട് ഒരുത്തി ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്ക. കാണിച്ചു തരാം. വിക്രം, അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ബോർഡ് മീറ്റിംഗിൽ നീയും പങ്കെടുക്കണം. അവിടെ റീമ എന്ന് പറഞ്ഞൊരു പെണ്ണ് വരും. എനിക്ക് അറിയുന്ന ഒരാളുടെ മോളാ. നല്ല ടാലന്റായ കുട്ടിയാ. അവളായിട്ടൊന്ന് സംസാരിച്ചു നോക്ക്, നിനക്ക് ഇഷ്ടപ്പെടും. അവളുടെ വർക്ക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിനക്ക് ഇഷ്ടാവുന്നാ പറഞ്ഞേ. നമ്മുടെ പുതിയ ബിസിനസ്സിൽ അവളെ യൂസ് ചെയ്യാലേ. അമ്മ ബിസിനസ്സുകാര് സംസാരിക്കുവാണെങ്കിൽ എങ്ങനെ സംസാരിക്കുമെന്നും എന്റെ കല്യാണക്കാര് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കുമെന്നും എനിക്ക് നല്ല പോലെ അറിയാം. അമ്മ തന്നെ ആ മീറ്റിങ്ങിനങ്ങ് പോയാൽ മതി. ഞാൻ ഒരു കാരണവശാലും അങ്ങോട്ട് വരില്ല. ചേലും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിവാനത്താരം പെണ്ണിൻ മെയ്യിൽ മിന്നാണേ. താരം നിന്നെ കണ്ടാൽ അമ്പും വില്ലും വച്ചേനെ, കതിരോനെ കണ്ണഞ്ചിക്കാൻ പോരും മച്ചാനേ. നെഞ്ചോരം ഢോലുണ്ട്, ചുണ്ടോരം ശീലുണ്ട്, കണ്ടാലും കൂടുമ്പം കൊണ്ടാടണ്ടേ. എന്താ ഇത്രയും ശബ്ദം? പ്രീതിമോള് മോളിൽ ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുവാണോ? ആവശ്യമില്ലാത്ത ഓരോന്ന് പറയുന്നു. കുട്ടി കാത്തിരിക്കും നേരം വന്നെ ചില്ലം ചില്ലാല. ആന്റി, ഞാൻ നമ്മുടെ സംസ്കാരം ഒന്നും മറക്കുന്നവളെയല്ല. എങ്ങനെ മുതിർന്നവരോട് പെരുമാറണമെന്നും എങ്ങനെ അനുഗ്രഹം നേടിയെടുക്കണമെന്നും എനിക്കറിയാം. നീയല്ലേ വേറെ ഗൃഹത്തിൽ നിന്ന് വന്നാലും നമ്മുടെ നാട്ടിലെ കൾച്ചർ ഫോളോ ചെയ്യുന്ന പറഞ്ഞത്? ഇതാണോ നീ ഫോളോ ചെയ്യുന്ന കൾച്ചറിന്റെ ലക്ഷണം? അത് പിന്നെ ആന്റി, നിന്റെ അച്ഛൻ നിന്നെ എങ്ങനെയാണോ വളർത്തിയത്? ആന്റിക്ക് ട്രഡീഷണൽ ആയിട്ട് ഇരിക്കുന്നതാ ഇഷ്ടമെന്നാ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഹാഫ് സാരി കൊടുത്ത് കൂടുതലായിട്ട് ബഹുമാനം കാണിച്ചത്. പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിരിക്കുന്നത് എനിക്കിഷ്ടം. സോറി ആന്റി, ഈ വേഷത്തിൽ എനിക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ല. ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ പറഞ്ഞോളൂ. ഞാൻ എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കോളാം. എന്താ ആന്റി ഈ റിയാക്ഷനിൽ ഞാൻ എന്താ മനസ്സിലാക്കണ്ടേ? നീയായിരിക്കേ. എനിക്ക് വേണ്ടി ഒന്നും മാറ്റേണ്ട കാര്യമില്ല. എത്ര നാള് നീ ഇങ്ങനെ അഭിനയിക്കും? നിനക്ക് ഇഷ്ടമുള്ളത് എന്താണോ അതുപോലെ നടക്ക്. സംസാരിക്കുന്ന വിധം, ഇടപഴകുന്ന രീതി, ഇത് മാത്രമാണ് എനിക്ക് മുഖ്യം. എത്ര നാള് നീ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കും? കുഴപ്പമില്ല, ഇപ്പോഴെങ്കിലും സത്യം പറഞ്ഞല്ലോ, എനിക്കതിഷ്ടായി. താങ്ക്സ് ആന്റി. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ, നിനക്ക് ഈ മോഡേൺ ഡ്രസ്സിനേക്കാളും സാരി ഉടുത്തല്ല ചേരുക. ഓക്കെ ആന്റി, അതാ ഇഷ്ടല്ലേ? ഇനി എല്ലാ സാരിയും മാറ്റി മാറ്റി ഞാൻ ഉടുത്തോളാം. പക്ഷേ എന്റെ കയ്യില് ആ ഡ്രസ്സൊക്കെ വളരെ കുറവാ ഉള്ളത്. വിക്രം, നീ ഫ്രീ ആണെങ്കിൽ അവളെ ഒന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോ. ബിസി ആണെങ്കിലും വിക്രം എന്നെ കൂട്ടിയിട്ട് പോകും, അല്ലേ വിക്രം? താങ്ക് യു. കുഞ്ഞിപ്പ ഡാൻസ് ചെയ്തില്ലേ? അത് ഏത് പടത്തിലെ പാട്ടായിരുന്നു? DJ അങ്കിൾ. DJ